ഇന്ന് നമുക്ക് ഈസ്റ്ററിന് റിസറക്ഷൻ ഗാർഡൻ ചെയ്യാം. ഈസ്റ്റർ റിസറക്ഷൻ ഗാർഡൻ ഒരു ട്രഡീഷൻ പോലെ ഈസ്റ്ററിന് ചെയ്യുന്നതാണ്. യൂറോപ്പിലും US-ലുമൊക്കെ അവർ പല കൈൻഡ് ഓഫ് രീതിയിൽ നമുക്ക് ഈ റിസറക്ഷൻ ഗാർഡൻ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമ്മൾ ഈ പയറൊക്കെ മുളപ്പിക്കുന്നത് 5-6 ദിവസത്തിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് ഈ സോയിലിൻ്റെ അകത്ത് ഇട്ടിട്ട് ഓരോ ദിവസവും പാം സൺഡേ മുതൽ വാട്ടർ ചെയ്യും, നനച്ചു കൊടുക്കും. അപ്പം ഒരു കറക്റ്റ് ഒരു ഈസ്റ്ററിൻ്റെ ഡേ ആവുന്നതിൻ്റെ ആ സമയത്ത് ഇതിങ്ങനെ വളരാൻ തുടങ്ങും. അപ്പം അതൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന് വേണ്ടത് ഒരു ബൗള് പോലെ, എങ്ങനെ ബോസോ ബൗള് ഇച്ചിരി കൂടെ ഫ്ലാറ്റ് ആയിരിക്കണം. അപ്പം നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ലെവൽ ചെയ്യാൻ പറ്റണം. അപ്പം നമുക്ക് സോയിലിട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സോ ചെടികൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സോയിലിൽ വെച്ചിട്ട് വാട്ടർ ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് റിസറക്ഷൻ ഗാർഡൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവർ പോട്ട്സ്, അത് കഴിഞ്ഞിട്ട് സോയിൽ വേണം, സ്റ്റോൺസ് അല്ലെങ്കിൽ പെബിൾസ് വേണം. പിന്നെ ജീസസിൻ്റെ ടോംബിൻ്റെ അത് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ നമ്മുടെ ചെടിച്ചട്ടി അത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടും. എന്നിട്ട് നമുക്കത് ഇച്ചിരി മണ്ണിലേക്ക് അത് ഇൻസേർട്ട് ചെയ്തിടുമ്പം ഒരു ഹാഫ് സെമി സർക്കിൾ രീതിയിൽ കിട്ടും. പിന്നെ ഒരു വലിയ കല്ല് നമുക്ക് ഈ ടോമ്പിൽ നിന്ന് മാറ്റാനായിട്ട് അത് നീങ്ങി ഇന്ന് കാണിക്കാനായിട്ട് ഉള്ള ഒരു വലിയ കല്ല്, അല്ലെങ്കിൽ എൻ്റെ ഇവിടെ വലിയ കല്ലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ഞാനൊരു കോസ്റ്റർ പോലത്തെ ഒരു ഇതാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൽ വേർഡിങ്സും എഴുതുന്നുണ്ട്, വേഴ്സസും എഴുതി വെക്കുന്നുണ്ട്. ഈ റിസറക്ഷൻ ഗാർഡൻ്റെ പിന്നിലുള്ളൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, പിള്ളേർക്ക് ഈസ്റ്ററിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പിള്ളേരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഈ ഗാർഡൻ. അപ്പോൾ നമുക്ക് ഓരോന്നും പറഞ്ഞും എല്ലാം ജീസസിൻ്റെ ഉയർപ്പിൻ്റെ സ്റ്റോറി നമുക്ക് പറഞ്ഞ് ചെയ്യാവുന്ന ഒരു DIY എന്നും പറയാം. അതാണ് ഈ റിസറക്ഷൻ ഗാർഡൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം നിങ്ങളുടെ ചോയ്സിലുള്ള കളർ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഏതാണോ ഫ്ലവേഴ്സ് കളറുള്ളത് നമ്മുടെ വീട്ടിലുള്ള തന്നെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വീട്ടിലുള്ള ചെടികൾ തന്നെ എടുത്തിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട, നമ്മുടെ ഗാർഡനിലുള്ള ചെടികൾ തന്നെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൊടുക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് വൈറ്റും ഗ്രീൻസും പിന്നെ ഇടയ്ക്ക് ഒരു വയലറ്റ്, ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വയലറ്റ് ഫ്ലവറിൻ്റെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രോസസ് നമ്മൾ 3 ക്രോസ്സായിട്ടും ചെയ്യാൻ പറ്റും, ഒരൊറ്റ ക്രോസ്സായിട്ടും ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതിൽ രണ്ടും കാണിക്കുന്നുണ്ട്. 3 ക്രോസ്സായിട്ട് വയ്ക്കാം, നമുക്ക് സൈഡിലും വയ്ക്കാം, ആ ടോമ്പിൻ്റെ മുകളിലുമായിട്ടും വയ്ക്കാം, നല്ല ഹൈറ്റ് കൊടുത്തിട്ട്. ഞാൻ രണ്ടും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ജീസസിൻ്റെ ക്രോസിൻ്റെ അവിടെ ജസ്റ്റ് ഒരു വൈറ്റ് ക്ലോത്തും കൂടെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. മോളാണ് വീഡിയോ എടുക്കുന്നത്, അപ്പം ഇടയ്ക്ക് അവളുടെ കയ്യും വീഡിയോ ഒക്കെ ഷെയ്ക്ക് ചെയ്യാനുള്ള ഇത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് വീഡിയോയും ഇതും ഡെക്കോറിൻ്റെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അത് എനിക്ക് ഒരു മോട്ടിവേഷനാണ് ഇനി വീഡിയോ ഇടാനായിട്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ കുറേ ഓപ്ഷനുണ്ട്. പെബിൾസ്, വലിയ പെബിൾസ് വെക്കാം, സ്റ്റോൺസ് വെക്കാം, വേണമെങ്കിൽ ഈ ചെറിയ നമുക്ക് ലൈറ്റ്സും വേണമെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഫിറ്റിങ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ലൈറ്റൊന്നും ഇല്ല, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയാണ് കാണിക്കുന്നത്. ഈ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഒരു പാത്വേ പോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.
പിന്നെ നമ്മുടെ ഉണങ്ങിയ കമ്പ് കൊണ്ട് നമുക്ക് ക്രോസസ് ഉണ്ടാക്കാവുന്നതാണ്. അത് നടുക്കിൽ വേണമെങ്കിൽ കയർ വെച്ച് ചെറിയ നേരിയ നമ്മുടെ കയർ വെച്ചിട്ട് ക്രോസ് കെട്ടി കുറച്ചും കൂടെ ഒരു ഡെഫിനിഷനൊക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ്. ബാക്കി എനിക്ക് വോയിസ് ഓവർ വേണമെന്ന് തോന്നില്ല, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ അക്കോർഡിംഗ് ടു ദ പ്ലാന്റ് എന്താണ് നമുക്ക് ഇതിന് എങ്ങനെയാണ് നിർത്തേണ്ടത്, നമുക്ക് ഗാർഡനിൽ തന്നെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വെയിലില്ലാത്ത സ്ഥലത്ത് ചില ചെടികളാണെങ്കിൽ വെയിൽ വേണ്ടി വരില്ല, ഇൻഡോറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ടേബിൾ ടോപ്പായിട്ടും യൂസ് ചെയ്യാം. ഫോയറിൻ്റെ അവിടെ മിററിൻ്റെ ഫ്രണ്ടിലായിട്ട് കയറി വരുന്നിടത്ത് വെക്കാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് ഏത് പ്ലാന്റ് യൂസ് ചെയ്യുന്നത്, അതിന് എങ്ങനെയാണ് സൺലൈറ്റ് വേണ്ടത്, എത്ര ശതമാനം സൺലൈറ്റ് വേണം, വെള്ളം വേണം എന്നൊക്കെ വെച്ചിട്ട് അത് വാട്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മുളപ്പിക്കുന്ന സീഡ്സൊക്കെ ഇട്ടിട്ട് ഡെയിലി വാട്ടർ ചെയ്ത് വരുമ്പോൾ നമുക്കത് ഗ്രോ ചെയ്ത് റിസ്ട്രക്ഷൻ ഡേ ആകുമ്പോഴത്തേക്കും ഈസ്റ്ററിൽ നിന്ന് നല്ലവണ്ണം ഗ്രോ ആയിട്ട് വരുന്നത് കാണാം. അപ്പം ഇതെല്ലാം നമുക്ക് പിള്ളേരെ ഈസ്റ്റർ സ്റ്റോറി പഠിപ്പിക്കാൻ പറ്റും എങ്ങനെയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുള്ള വേറൊരു വേർഷനുണ്ട്, നമുക്ക് പിള്ളേരുടെ ലെവലിലുള്ള നമുക്ക് പോട്ടിങ് ഇതൊക്കെ കിട്ടുമല്ലോ, അപ്പം അതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ പല ടെക്നിക്കുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കാം, അതിൻ്റെ ഒരു ഇതായിട്ട് വരും. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒത്തിരി ചിലവൊന്നും ഉള്ള കാര്യമല്ല അല്ലേ. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതൊരു ഈസ്റ്റർ ട്രഡീഷനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ചെയ്യുവാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി. ഞാനും അങ്ങനെ ഒത്തിരി എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്യാനും ഒക്കെ എനിക്കിഷ്ടമാണ്. സോ അത് ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ വീഡിയോസ് ഇടുന്നത്. അപ്പം ലോങ് വീഡിയോസ് ഇട്ട് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബിലും കൂടി ഇടുന്നത്. അപ്പം ഇഫ് യു ലൈക്ക് ദീസ് വീഡിയോസ് ഡെഫിനറ്റ്ലി യു ഷുഡ് സബ്സ്ക്രൈബ്. ഞാൻ ബൈബിൾ വേഴ്സ് ഹീസ് റിസൺ എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടാണ് നമ്മൾ ടോംബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ അടുത്ത് ഞാൻ വയ്ക്കുന്നത്. നീയല്ലോ ഘോര വനാന്തരത്തിൽ
ദുഃഖശരങ്ങളിൽ ആശ്വാസമേ